പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കഥയോടെ നമുക്ക് ഇന്നത്തെ ചിന്ത ആരംഭിക്കാം. ഒരു ഗുരു തന്റെ ശിഷ്യന്മാരോട് ഒരു ചെറിയ പരീക്ഷണം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ പകയോ തോന്നുമ്പോഴൊക്കെ ഓരോ ഉരുളക്കിഴങ്ങെടുത്ത് അതിൽ അവരുടെ പേരെഴുതി ഒരു സഞ്ചിയിലിടുക. ആ സഞ്ചി നിങ്ങൾ പോകുന്നിടത്തെല്ലാം കൂടെ കൊണ്ടു നടക്കണം. ശിഷ്യന്മാർ അതനുസരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സഞ്ചിയുടെ ഭാരം കൂടി. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അതിനകത്തെ ഉരുളക്കിഴങ്ങുകൾ ചീഞ്ഞ് നാറാൻ തുടങ്ങി. ദുർഗന്ധം കാരണം അവർക്കത് ചുമന്ന് നടക്കാൻ പറ്റാതെയായി. ഒടുവിൽ അവർ ഗുരുവിന്റെ അടുത്തെത്തി പറഞ്ഞു, ഗുരുവേ, ഇത് വലിയൊരു ഭാരമാണ്. ഇതിന്റെ നാറ്റം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പകയും വിദ്വേഷവും ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് ഭാരമാകുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിനെ ചീയിച്ചു കളയും. നമ്മെ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഒരു വികാരമാണ് പകരം വീട്ടണമെന്ന ചിന്ത. അവനെ ഞാൻ വെറുതെ വിടില്ല, അവൻ അനുഭവിച്ചേ തീരൂ. ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ കനലായി എരിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ പക നമ്മുടെ ആത്മിക ജീവിതത്തെയും ശാരീരിക ജീവിതത്തെയും തകർത്ത് കളയുമെന്നാണ്. ബുദ്ധൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, പക മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് നമ്മൾ വിഷം കുടിച്ചിട്ട് അത് മറ്റൊരാൾക്ക് ഹാനികരമാകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ്. ആലോചിച്ചു നോക്കൂ, നിങ്ങളെ ചതിച്ച വ്യക്തി ഒരുപക്ഷെ സുഖമായി ഉറങ്ങുന്നുണ്ടാകും, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും. എന്നാൽ അവരോടുള്ള പക നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന വഴി നിങ്ങളുടെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ഉറക്കമാണ് ഇല്ലാതെയാകുന്നത്. ആത്മീകമായി ചിന്തിച്ചാൽ പക നമ്മുടെ പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്തുന്നു. മത്തായി 6:15 യേശു വ്യക്തമായി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാതിരുന്നാൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴയും ക്ഷമിക്കുകയില്ല. നമ്മൾ മറ്റൊരാളുടെ പക വെച്ചുകൊണ്ട് ദൈവത്തോട് ക്ഷമയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗത്തിൽ കേൾക്കപ്പെടാതെ പോവുകയാണ്. പക നമ്മുടെ ഹൃദയത്തെ ഒരു ഇരുണ്ട ഗുഹയാക്കി മാറ്റിക്കളയും. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കാൻ കഴിയത്തേയില്ല. വേദപുസ്തകത്തിൽ പകയും അസൂയയും കൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിച്ച ഒരാളെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് ശൗൽ രാജാവ്. ദാവീദിനോടുള്ള പകയും അസൂയയും ശൗലിന്റെ മനസ്സിനെ എത്രത്തോളമാണ് ഭരിച്ചതെന്ന് ഒന്ന് ചിന്തിക്കുക. ദാവീദ് ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം ജനങ്ങൾ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഈ ഒരൊറ്റ വാചകം ശൗലിന്റെ ഉള്ളിൽ പകയുടെ വിത്തുപാകി. പിന്നീട് ശൗൽ രാജാവിന്റെ ഏക ലക്ഷ്യം ദാവീദിനെ കൊല്ലുക എന്നുള്ളതായി. രാജ്യം ഭരിക്കാനോ ദൈവത്തെ ആരാധിക്കാനോ ശൗലിന് കഴിഞ്ഞില്ല. അവൻ തന്റെ സൈന്യവുമായി കാടുകളിലും മലകളിലും ദാവീദിനെ തിരഞ്ഞു നടന്നു. പക ശൗലിനെ ഒരു ഭ്രാന്തനാക്കി മാറ്റി. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ ആത്മാവ് ശൗലിനെ വിട്ടുപോയി. അവൻ യുദ്ധക്കളത്തിൽ അപമാനിതനായി മരിച്ചു. എന്നാൽ ദാവീദിന്റെ ഭാഗം നോക്കൂ. ശൗലിനെ കൊല്ലാൻ ദാവീദിന് 2 വട്ടം അവസരം കിട്ടിയതാണ്. ഗുഹയ്ക്കുള്ളിൽ വെച്ചും ഉറങ്ങിക്കിടക്കുമ്പോഴും ശൗലിനെ വധിക്കാൻ ദാവീദിന്റെ കൂടെയുള്ളവർ ആവശ്യപ്പെട്ടു. എന്നാൽ ദാവീദ് പറഞ്ഞു, കർത്താവ് അഭിഷേകം ചെയ്തവന്റെ മേൽ കൈവെക്കാൻ എനിക്ക് കഴിയുകയില്ല. ദാവീദ് പക വീട്ടാൻ പോയില്ല. അവൻ ആ ഭാരം ദൈവത്തിന് വിട്ടുകൊടുത്തു. അതുകൊണ്ടുള്ള ഫലം എന്തായിരുന്നു? ദൈവം ദാവീദിനെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രാജാവായി ഉയർത്തി. ഇന്ന് നിങ്ങളുടെ മനസ്സിലും ആരെങ്കിലും തന്ന മുറിവുകളുണ്ടോ? ബിസിനസ്സിൽ പങ്കാളി ചതിച്ചത്, വിശ്വസിച്ച സുഹൃത്ത് വഴിമാറി നടന്നത്, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടായ അവഗണനകൾ, ഇതൊക്കെ ഓർത്ത് നിങ്ങൾ ഉള്ളിൽ പക സൂക്ഷിക്കുന്നുണ്ടോ? ഓർക്കുക, പകരം വീട്ടാൻ നിങ്ങൾ സമയം കണ്ടെത്തുമ്പോൾ യഥാർത്ഥത്തിൽ സാത്താന്റെ കെണിയിലാണ് നിങ്ങൾ വീണുപോകുന്നത്. സാത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ക്രോധത്തിൽ ജീവിക്കാനാണ്. എന്നാൽ ഇന്ന് ആ ഭാരം ഇറക്കി വെക്കാൻ സമയമായി.
പക മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ആത്മീകമായി വളരാൻ കഴിയില്ല. അതുകൊണ്ട് പകയുടെ ഭാരം ചുമന്ന് ഇനി നമ്മൾ നടക്കേണ്ടതില്ല. ഞാൻ അവനോട് ക്ഷമിക്കുന്നു. അത് അവനോടുള്ള ദയ കൊണ്ടല്ല, മറിച്ച് എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ പ്രഖ്യാപിക്കുക. ആ ചീഞ്ഞ ഉരുളക്കിഴങ്ങന്റെ സഞ്ചി ഇന്ന് നമുക്ക് ദൂരേക്ക് വലിച്ചെറിയാം. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും അന്യായം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കോടതിയെ സമീപിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിന്റെ കാരണം നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല. രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ശിക്ഷ നടപ്പിലാക്കേണ്ടത് കോടതിയാണ്. ഒരു ജഡ്ജി ഇരുഭാഗവും കേട്ട് തെളിവുകൾ പരിശോധിച്ച് മാത്രമേ വിധി പ്രസ്താവിക്കൂ. മനുഷ്യന്റെ കോടതി ഇങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ കോടതി എത്രയോ വലുതാണ്. റോമാലേഖനം 12-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യും. എന്തുകൊണ്ടാണ് പ്രതികാരം ചെയ്യാനുള്ള അവകാശം ദൈവം തന്റെ കയ്യിൽ മാത്രം വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ പകരം വീട്ടരുതെന്ന് ദൈവം കർശനമായി പറയുന്നത്? ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. മനുഷ്യരായ നമുക്ക് കാര്യങ്ങളെ പൂർണ്ണമായി കാണാൻ കഴിയില്ല. നമ്മൾ ഒരു നാടകത്തിന്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. ഒരാൾ നമ്മെ വേദനിപ്പിക്കുമ്പോൾ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നതിന്റെ പശ്ചാത്തലമോ അയാളുടെ ഹൃദയവികാരങ്ങളോ നമുക്കറിയില്ല. പലപ്പോഴും നമ്മുടെ പ്രതികാരം ദേഷ്യത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ജനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വീട്ടുന്ന പക എപ്പോഴും അതിര് കടന്നുപോകും. അത് പുതിയ പാപങ്ങളിലേക്ക് വഴി തുറക്കും. എന്നാൽ ദൈവത്തിന്റെ കാര്യം അങ്ങനെയല്ല. 139-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ദൈവം നമ്മുടെ ഇരിപ്പും എഴുന്നേൽപ്പും അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ ദൂരത്ത് നിന്ന് അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്കെതിരെ നടന്ന ചതിയും നമ്മൾ ഒഴുക്കിയ കണ്ണുനീരും ദൈവം പൂർണ്ണമായി കണ്ടിട്ടുണ്ട്. നമ്മെ വേദനിപ്പിച്ച വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് ദൈവത്തിന് നന്നായി അറിയാം. പൂർണ്ണമായ അറിവുള്ള ദൈവത്തിന് മാത്രമേ കൃത്യമായ നീതി നടപ്പാക്കാൻ കഴിയൂ. നമ്മൾ പകരം വീട്ടാൻ ഇറങ്ങിയാൽ അത് നീതിയാവില്ല, മറിച്ച് അനീതിയായി മാറും. ബൈബിൾ പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഈ വാക്യം കാണുന്നു. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രപഞ്ച നിയമമാണ്. ഒരാൾ മറ്റൊരാൾക്ക് ദോഷം ചെയ്താൽ അതിന്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും. അതിന് നമ്മൾ നേരിട്ട് പോയി ശിക്ഷ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ന്യായമായ വിധി കൃത്യസമയത്ത് വരും. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഫറവോന്റെ ചരിത്രം കാണുന്നുണ്ട്. ഇസ്രയേൽ ജനത്തെ ഫറവോൻ ക്രൂരമായി പീഡിപ്പിച്ചു. അവരുടെ ആൺകുട്ടികളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളഞ്ഞു. ഇസ്രായേല്യർ സ്വന്തം നിലയ്ക്ക് ഫറവോനോട് യുദ്ധം ചെയ്യാനോ പകരം വീട്ടാനോ പോയില്ല. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഇസ്രായേൽ ജനത്തോട് ക്രൂരത കാണിച്ച ഈജിപ്തിലെ സൈന്യം മുഴുവൻ ചെങ്കടലിൽ താണുപോയി. ദൈവം പകരം ചെയ്യുമ്പോൾ അവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ദൈവം തന്റെ ജനത്തിന്റെ നീതി സൂര്യനെ പോലെ വിളങ്ങിക്കും. നാം നമ്മുടെ കൈകൾ മലിനമാക്കാതെ കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ദൈവ കോപത്തിന് ഇടം കൊടുപ്പിൻ. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സ്വന്തം കൈകൊണ്ട് പകരം വീട്ടാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിന്റെ സീറ്റിൽ പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമേ, അവിടുന്ന് നീതി നടപ്പാക്കാൻ വൈകുന്നു, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ നാം പറയുന്നതിന് തുല്യമാണ്. എന്നാൽ നമ്മൾ ശാന്തരായിരിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ ഇടം നൽകുകയാണ്. ദൈവത്തിന്റെ ശിക്ഷ എന്നത് കേവലം നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ചിലപ്പോൾ അത് ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയുള്ളതുമാണ്. നമ്മുടെ ശത്രു നശിച്ചു പോകുന്നതല്ല, അവൻ തെറ്റുതിരുത്തി ദൈവത്തിങ്കിലേക്ക് വരുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നേരെ ഉയരുന്ന വ്യാജ ആരോപണങ്ങൾക്കോ
ചതികൾക്കോ മറുപടി കൊടുക്കാൻ നിങ്ങൾ നടക്കേണ്ടതില്ല. നിങ്ങളെക്കുറിച്ച് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചവരോട് തർക്കിക്കാൻ പോകരുത്. നിങ്ങളുടെ കേസ് സ്വർഗത്തിലെ കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ജഡ്ജി പ്രപഞ്ചനാഥനാണ്. ആ ജഡ്ജി കൃത്യസമയത്ത് നിങ്ങൾക്ക് നീതി നൽകും. ക്രിസ്തീയ ജീവിതത്തിന്റെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, അത് ക്രിസ്തുവിനെ പോലെ ആകുക എന്നതാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് കൊണ്ടോ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടോ മാത്രമല്ല ക്രിസ്ത്യാനികളാകുന്നു. മറിച്ച് നമ്മുടെ ശത്രുക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അവിടെയാണ് നമ്മുടെ ക്രിസ്തു ശിഷ്യത്വം അളക്കപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 5:44 യേശു വിപ്ലവാത്മകമായ ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു നിയമം മനുഷ്യവർഗത്തിന് നൽകി. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ലോകം പഠിപ്പിക്കുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നാണ്. എന്നാൽ യേശു പഠിപ്പിച്ചത് പകയ്ക്ക് പകരം സ്നേഹം നൽകാനാണ്. ഇന്നത്തെ നമ്മുടെ ഈ ചിന്തയുടെ അവസാന ഭാഗത്തിൽ യേശു ക്രിസ്തുവിന്റെ മാതൃകയും നന്മ കൊണ്ട് എങ്ങനെ തിന്മയെ ജയിക്കാമെന്നും നമ്മൾ നോക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. യേശു ഒരു തെറ്റും ചെയ്തില്ല. രോഗികളെ സൗഖ്യമാക്കി, വിശക്കുന്നവർക്ക് ആഹാരം നൽകി, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ടും ഈ ലോകം യേശുവിന് എന്താണ് നൽകിയത്? അവർ യേശുവിനെ ചതിച്ചു, ചാട്ടവാറുകൊണ്ട് അടിച്ചു, മുഖത്തു തുപ്പി, പരിഹാസ കിരീടമണിയിച്ചു, ഒടുവിൽ ക്രൂരമായ കാൽവരി ക്രൂശിൽ തറച്ചു. സ്വർഗത്തിൽ നിന്ന് ഒരു കൂട്ടം ദൂതന്മാരിറങ്ങി ആ നിമിഷം തന്നെ ആ റോമൻ പടയാളികളെയും പരീശന്മാരെയും നശിപ്പിക്കാൻ യേശുവിന് കഴിയുമായിരുന്നില്ലേ? എന്നാൽ യേശു അത് ചെയ്തില്ല. 1 പത്രോസ് 2:23 പത്രോസ് ലീഹ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ക്രൂശിൽ കിടന്നുകൊണ്ട് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടിയ ആ വേദനയുടെ നിമിഷത്തിൽ യേശു പ്രാർത്ഥിച്ചത് തന്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 23 34 വാക്യത്തിൽ നാം അത് കാണും. ഇതാണ് യഥാർത്ഥ ആത്മീയ ശക്തി. പകരം വീട്ടാതിരിക്കുക എന്നത് ഭീരുത്വമല്ല, അത് ക്രൂശിന്റെ വലിയ ശക്തിയാണ്. യേശുവിന്റെ ഈ മാതൃക വെറും ഒരു ആദർശം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഒന്നാണ്. ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അത് കൃത്യമായി തെളിയിച്ചു. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ സ്തേഫാനോസിനെ കാണുന്നുണ്ട്. സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ യഹൂദന്മാർ അവനെ കല്ലെറിയുകയാണ്. കല്ലുകൾ വന്ന് തന്റെ ശരീരത്തിൽ പതിക്കുമ്പോൾ, ചോരയൊലിക്കുമ്പോൾ, മരിക്കുന്നതിന് തൊട്ടു മുൻപ് സ്തേഫാനോസ് മുട്ടുകുത്തി ഉറക്ക നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ. അപ്പോസ്തല പ്രവർത്തികൾ 7:60 നമ്മളത് കാണും. ഒന്ന് ആലോചിച്ച് നോക്കൂ, തന്നെ കല്ലെറിയുന്നവരോട് അവന് പക തോന്നിയില്ല. ഈ സ്തേഫാനോസിനെ കല്ലെറിയാൻ നേതൃത്വം നൽകിയവരിൽ ഒരാളായിരുന്നു ശൗൽ എന്ന യുവാവ്. സ്തേഫാനോസിന്റെ ഈ പ്രാർത്ഥനയും അവന്റെ മുഖത്തെ തേജസ്സും ശൗലിന്റെ മനസ്സിൽ വലിയ ചലനമുണ്ടാക്കി. പിന്നീട് ഈ ശൗലാണ് ക്രിസ്തുവിന്റെ മഹാ അപ്പോസ്തോലനായ പൗലോസായി മാറിയത്. നമ്മൾ ക്ഷമിക്കുമ്പോൾ ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. റോമാലേഖനം 12 അവസാന വാക്യങ്ങളിൽ പൗലോസ് ലീഹ പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നു എങ്കിൽ കുടിക്കാൻ കൊടുക്കുക. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നമ്മെ വേദനിപ്പിച്ച ഒരാൾക്ക് ഒരാവശ്യം വരുമ്പോൾ നമ്മൾ അവരെ സഹായിക്കാൻ തയ്യാറായാൽ അത് അവരുടെ മനസാക്ഷിയെ ഉണർത്തും. അവരുടെ ഉള്ളിൽ പശ്ചാത്താപത്തിന്റെ കനലുകൾ എരിയും. പ്രതികാരം ചെയ്യുന്നത് വഴി നമ്മൾ തിന്മയ്ക്ക് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്ഷമിക്കുകയോ നന്മ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ തിന്മയ്ക്കുമേൽ വിജയം നേടുകയാണ്.
ക്രിസ്ത്യാനിയുടെ ആയുധം വാളോ പ്രതികാരമോ അല്ല, അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. പക വീട്ടാതിരിക്കുക എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ കയ്പും ദേഷ്യവും യേശുവിന്റെ നാമത്തിൽ ഒഴുക്കിക്കളയുക. നിങ്ങളെ വേദനിപ്പിച്ചവർക്കായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ സ്വർഗീയമായൊരു സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.